സേ എന്ന പ്രത്യയത്തിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ നിന്ന് എന്ന് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്നതിന്. എപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നല്ല. വടികൊണ്ട് അടിച്ചു, വടികൊണ്ട് അടിച്ചു, ലക്ഡീസെ മാറാ, വടികൊണ്ട് അടിച്ചു, ലക്ഡീസെ ഉന്നോനെ മാറാ, വടികൊണ്ട് അദ്ദേഹം അടിച്ചു, ഇങ്ങനെ പറയാം. അതേപോലെ തന്നെ നമുക്ക് കത്തി കൊണ്ട് കുത്തി, കത്തി കൊണ്ട് കഷ്ണിച്ചു എന്നൊക്കെ പറയല്ലോ. അപ്പോൾ എങ്ങനെ പറയാം? ചുരിസെ ഖട്ടാ, ചുരിസെ ഖട്ടാ. അപ്പോൾ സേ എന്നാൽ കൊണ്ട് എന്നൊരർത്ഥത്തിനുമാണ്. നമുക്കത് മലയാളത്തിൽ അങ്ങനെ വേറെ വേറെ ഓരോ വാക്കാണ്. അപ്പോൾ സേ എന്നാൽ കൊണ്ട്, അത് കൊണ്ട് എന്ന് പറയുന്നതിന് ഇത് കൊണ്ട്. അപ്പോൾ കൊണ്ട് എന്നതിന് സേ എന്നാണ് മനസ്സിലാക്കുക. പെയിൻറ് കൊണ്ട്, പേന കൊണ്ട് എഴുതി. മേനെ ഖലം സേ ലിഖ് ദിയ, മേനെ ഖലം സേ ലിഖ് ദിയ, ഖലം സേ പേന കൊണ്ട്. ഓ അച്ഛാ ഖലം സേ ലിഖോ. ഒരാൾ എഴുത്ത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, എഴുത്തൊന്നും ക്ലിയർ ഇല്ല. അപ്പോൾ പറയാം അച്ഛാ ഖലം സേ ലിഖോ യാർ, അച്ഛാ ഖലം സേ ലിഖോ, നല്ല പേന കൊണ്ട് എഴുതൂ. ഓക്കെ, അപ്പോൾ കൊണ്ട് എന്ന് എവിടെയൊക്കെ നമുക്ക് മലയാളത്തിൽ യൂസ് ചെയ്യേണ്ടതുണ്ടോ അവിടെയൊക്കെ സേ എന്നാണ് പറയേണ്ടത്. കൺഫ്യൂഷൻ തീർന്നില്ലേ? ഇനി ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു സേയും കൂടി പരിചയപ്പെടാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ നിന്ന് പഠിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു വേർഷനാണ് മുതൽക്ക്. മുതൽക്ക് അഥവാ സേ തക്ക് എന്ന് ഹിന്ദി പറയും, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഫ്രം ടു. ഫ്രം ടു. നിങ്ങളുടെ ഡ്യൂട്ടി ടൈമൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടി മോർണിംഗിൽ 9 o'clock മുതൽ 9 ബജേ സേ, 9 മണി മുതൽ. മുതൽ എന്ന അർത്ഥത്തിന് അങ്ങനെ പറയും. എന്താ പറയുക? 9 സേ, 9 മണി മുതൽ 9 o'clock സേ, അല്ലെങ്കിൽ 9 ബജേ സേ ഷാം 5 ബജേ തക്ക് ഹേ, വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ സേ തക്ക് എന്ന് നമ്മൾ പറയണത് അതാണ് ഫ്രം ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സേ സേ ഘർ സേ മേനെ നിക്കാല, ഘർ സേ നിക്കലാ ഹേ, ഘർ സേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയും. സേ നിന്ന് എന്ന് പറയുന്ന ആ ഒരു സേയും, അതുപോലെ മുതൽക്ക് എന്ന് പറയുന്നത് ഏകദേശം അടുത്താണ്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് പിന്നെ എന്താണ്? നമ്മൾ മുതൽക്ക് എന്നതിനും നിന്ന് എന്നതിനും നമ്മൾ പഠിച്ചു. ഓക്കെ, കൊണ്ട് എന്ന് 3 പഠിച്ചു. അടുത്തൊരു ഉപയോഗമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ഹിന്ദി യൂനി അക്കാഡമിയെ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബഹുത് ശുക്രിയ, ആപ്ക ധന്യവാദ്.